കഴിഞ്ഞ ദിവസം ജി സുധാകരനെതിരെ സൈബർ ആക്രമണമായിരുന്നു. സഖാക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന് വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം കീഴ്മേൽ മറിഞ്ഞു. ജി സുധാകരൻ മുൻ മന്ത്രി AK ബാലനും മന്ത്രി സജി ചെറിയാനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിൽ എന്തായാലും ഇവർ രണ്ടുപേരും ഒന്ന് കുലുങ്ങിയ മട്ടുണ്ട്. അപ്പൊ ഇപ്പോ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനൊപ്പം നിൽക്കുമോ അതോ സജി ചെറിയാനും ജി സുധാകരനും തമ്മിലുള്ള ഒരു നേർക്കുനേർ ഒരു പോര് തന്നെ എന്ന് പറയാം. നമുക്ക് പരസ്പരം ചെളിവാരി എറിയൽ എന്നും പറയാം. അപ്പൊ ഇതിൽ ആരുടെ ഒപ്പം നിൽക്കും? സജി ചെറിയാന് പണി കിട്ടുമോ ഇനി ഈ വിഷയത്തില്? അല്ല, ഇത് വലിയൊരു സങ്കീർണമായ ഒരു പ്രശ്നമായിട്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് സംഭവം പോവുകയാണ്. രണ്ട് മുതിർന്ന നേതാക്കൾ, ഒന്ന് സമുന്നത നേതാവാണ് ജി സുധാകരൻ. അദ്ദേഹം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പാർട്ടിയിലെ പല നേതാക്കളും അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം KPCCയുടെ സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ് ഇപ്പോൾ ഈ സഖാക്കന്മാരെയും നേതാക്കളെയും ഒക്കെ ചൊടിപ്പിച്ചത്. അപ്പൊ ഇന്നലെ സജി ചെറിയൻ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയത് സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പോകണം, പാർട്ടിയുമായിട്ട് ഒത്തുപോകണം എന്നൊക്കെയുള്ള നിലയിൽ ഒരു ഉപദേശം ജി സുധാകരൻ നടത്തി. ഒപ്പം തന്നെ ഇന്നലെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ മന്ത്രി കൂടിയായ AK ബാലൻ അദ്ദേഹവും സമാനമായ രീതിയിൽ സുധാകരനെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. 71 നടന്ന ഒരു SFIയിലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില നടപടികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുധാകരൻ ഇപ്പോഴും മാറിയിട്ടില്ല, കാലം മാറിയിട്ടും സുധാകരൻ മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടൊരു പ്രതികരണം നടത്തി. ഇന്ന് ഈ പറയുന്ന സജി ചെറിയാന്റെ ഒക്കെ ഒരു പ്രതികരണത്തിന് പിന്നാലെ ജി സുധാകരൻ വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ ഈ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചെന്ന് തന്നെ പറയണം. ശക്തമായ വിമർശനം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സജി ചെറിയാൻ ആലപ്പുഴയിൽ നിന്നുള്ള തന്നെയുള്ള ഒരു നേതാവാണ്. അവിടുത്തെ പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിസത്തിന്റെ വിഭാഗീയതയുടെ ഒരു പുതിയ തലമാണിത്. അപ്പം ഈ സുധാകരൻ എന്തും പറയുന്നത് എന്നെ ഉപദേശിക്കാൻ ഈ സജി ചെറിയാൻ എന്താ അവകാശം എന്നാണ് ചോദിക്കുന്നത്. ഞാൻ 10-70 വർഷമായിട്ട് ഈ പാർട്ടിയിലുള്ള ഒരാളാണ്, പാർട്ടിയിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കുടുംബനാഥനായിട്ടുള്ള എന്നോട് വന്നിട്ട് പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന് പറയാൻ സജി ചെറിയാൻ ആരാണ്? എന്ത് അവകാശമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കണം, ഈ പ്രസ്താവനയുടെ പേരിൽ മാത്രം പാർട്ടി നടപടിയെടുക്കണം എന്നാണ് ജി സുധാകരൻ ആവശ്യപ്പെട്ടത്. ചില ആൾക്കാർ പിള്ളേരെ പറയില്ലേ, ഞാൻ വരമ്പി തുടിക്കുമെന്ന് ഞാൻ പോലും തുടിക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ശാസനയാണ് ജി സുധാകരൻ കൊടുത്തിട്ടുള്ളത്. അല്ല, അദ്ദേഹം വെച്ചിരിക്കുന്നത് നേതൃത്വത്തിന് മുല്ലൊരു കാര്യം വെച്ചിരിക്കുകയാണ്. എനിക്കെതിരെ സമുന്നതനായ ഒരു നേതാവായ തനിക്കെതിരെ, മുതിർന്ന നേതാവായ തനിക്കെതിരെ ഇത്തരമൊരു പരാമർശം നടത്തിയ ഈ സജി ചെറിയാനെതിരെ നടപടി വേണം, പാർട്ടി നടപടിയെടുക്കേണ്ട ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ ആ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. സജി ചെറിയാനെതിരെ നടപടിയെടുക്കണം, അദ്ദേഹം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ചെയ്യേണ്ട ഒരു പണിയല്ല നടത്തിയിരിക്കുന്നത്, എന്നെ പോലൊരാളെ വെറുതെ വിമർശിച്ചിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ നേതൃത്വത്തിന് മുന്നിലേക്ക് ഈ വിഷയം എത്തുകയാണ്. അതിനിപ്പോൾ എന്ത് നടപടി ഇവർ സ്വീകരിക്കും എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട. അല്ല, അതിന് പാർട്ടിയുടെ പിന്തുണയോടെ കൂടി തന്നെയാണോ സജി ചെറിയാൻ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാവേണ്ടത്. അത് നമുക്ക് കണ്ടറിയേണ്ടത്. ഇനിയിപ്പോ ഈ വിഷയത്തില് ആർക്കെതിരെയാകും ഒരു നടപടി വരിക എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ സുധാകരൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് പാർട്ടിക്ക് ഒരു അനഭിമതനായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, പിന്നീട് അദ്ദേഹത്തെ തരം താഴ്ത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം വെറും ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു എങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു തരം താഴ്ത്തലിലേക്ക് പോയിരുന്നു. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ്, അവിടെ ഇങ്ങനെ പ്രവർത്തിച്ച് പോവുകയാണ് അദ്ദേഹം. അതിനിടയ്ക്ക് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്, മറ്റുള്ളവരെയൊക്കെ തന്നെ വിമർശിക്കുന്നുണ്ട്. ഒപ്പം പ്രതിപക്ഷത്തെ ചിലപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസം KPCCയുടെ പരിപാടിയിൽ പോയിട്ട്, അല്ലെങ്കിൽ സാംസ്കാരിക സമിതിയുടെ പരിപാടിയിൽ പോയിട്ട് അദ്ദേഹം കോൺഗ്രസുമായിട്ട് കോൺഗ്രസുകാരെ കാണുമ്പോൾ കണ്ണടച്ച് നടക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റുകൾക്കില്ല, അത് ശരിയായ ഒരു രാഷ്ട്രീയമല്ല എന്ന് അദ്ദേഹം പറയുകയും ഒക്കെ തന്നെ ചെയ്തു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടാവുകയും ജില്ലാ കമ്മിറ്റി അംഗം, ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി അംഗമായ KK ഷാജു, നമ്മളിതിലെ പറഞ്ഞതാണ്, അദ്ദേഹം പണ്ട് SFIയിലും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അദ്ദേഹത്തെ പുറത്താക്കി. ഇന്നലെ ആ കഥ സുധാകരൻ പറയുന്നുണ്ട്. അദ്ദേഹം പിന്നീട് എന്താ പറയുക JSSൽ പോയി, പിന്നീട് കോൺഗ്രസിൽ വന്നു. അതിനുശേഷം അദ്ദേഹം ഈ അടുത്ത കാലത്താണ് വീണ്ടും പാർട്ടിയിലെത്തി. അദ്ദേഹം പൊടുന്നനെ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് സ്ഥാനം കിട്ടുകയാണ് അദ്ദേഹത്തിന്. അതിനൊക്കെ പിന്നിൽ വലിയ ചരടുവലികളൊക്കെ നടന്നിട്ടുണ്ട്. അത്തരം ഒരാള് ജി സുധാകരനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. അതിനെതിരെ ജി സുധാകരനെതിരെ വലിയ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും അതിന് പിന്നിൽ ആൾക്കാരുണ്ട്, ഒരു ഗ്യാങ്സ്റ്ററിസം ആലപ്പുഴയിൽ നടക്കുന്നുണ്ട്, ഇതിനെതിരെ നടപടി വേണം എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ പറയുന്ന സുധാകരനെ പോലെ ഒരാളെ വിമർശിച്ച KK ഷാജുവിനെതിരെ ഒരു നടപടിയുമില്ല. അതിന് പിന്നാലെ ഈ പറയുന്ന പോലെ ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി കൂടിയായ സജി ചെറിയാനും സുധാകരനെതിരെ ഒരു വിമർശനം ഉന്നയിക്കണം. അദ്ദേഹം പാർട്ടിയോട് ചേർന്ന് പോകണം, അതായത് അദ്ദേഹം ഇപ്പൊ പാർട്ടിയിൽ ഇല്ല, അല്ലെങ്കിൽ പാർട്ടിയോട് ചേർന്നല്ല, പാർട്ടിയോട് എതിരിട്ടുകൊണ്ട് പോവുകയാണ്, പാർട്ടി എതിർത്ത് മുന്നോട്ട് പോവുകയാണ്. പാർട്ടിയോട് ചേർന്ന് പോകണം എന്നൊരു ഉപദേശം വെക്കുമ്പോൾ അത് അദ്ദേഹത്തിനെതിരായിട്ടൊരു വിമർശനമാണ്, ശക്തമായ ഒരു വിമർശനമാണ്. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിലാണ് സുധാകരൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. അപ്പോൾ
ഇതിനകത്ത് നമുക്കറിയാം ഈ പറയുന്ന നേരത്തെ തന്നെ പാർട്ടിക്ക് അനഭിമതനായിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഒരു സംഘടിതമായ ഒരു നീക്കമായിരിക്കാം ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആലപ്പുഴയിലുള്ള എല്ലാ നേതാക്കളും ഈ പറയുന്ന എച്ച് സലാം ആകട്ടെ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ ആകട്ടെ, എല്ലാവരും തന്നെ സുധാകരനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ഈ വിഷയത്തില് എന്താകും സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിലപാട് എന്നത് വളരെ നിർണായകമാണ്. സുധാകരനെ പോലെ ഒരാളെ വിമർശിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, സുധാകരൻ പറയുന്നുണ്ട്, ഇടയ്ക്ക് വെച്ച് മന്ത്രിസ്ഥാനമൊക്കെ ഒഴിഞ്ഞു പോയ ഒരാളാണ് സജി ചെറിയാൻ, ഭരണഘടനാ ലംഘനമായിട്ടുള്ള പ്രസംഗമൊക്കെ നടത്തിയല്ലോ. അത്തരം അവസ്ഥയൊന്നും തനിക്കൊന്നും വന്നിട്ടില്ല, താൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് പാർട്ടിയോട് ചേർന്ന് പോവുകയാണ്. അപ്പോൾ അത്തരം ഒരാള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ വലിയൊരു തുറന്ന വിമർശനമാണ് സുധാകരൻ നടത്തിയിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഏത് രീതിയിലാകും പ്രതിഫലിക്കുക? ആലപ്പുഴയിൽ വലിയ രീതിയിൽ തന്നെ അതൊരു ഇതായിട്ട് മാറിക്കഴിഞ്ഞു. തനിക്കെതിരെ ആലപ്പുഴയിലെ കുറെ നേതാക്കൾ, ഒരു 10-25ഓളം നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് സുധാകരൻ ഇന്നലെ തുറന്നു പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സുധാകരൻ പറയുന്നത് ഈ സജി ചെറിയാനെതിരെ നടപടി വേണം. നിലവിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമാണ്. ആ അംഗത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുമോ എന്നത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം ഈ എന്താ പറയുക, സുധാകരൻ ഇന്നലെ ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടന നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഒരു സെമിനാറാണ്. സാധാരണ അങ്ങനെ എല്ലാ പാർട്ടികളിലും സെമിനാറുകളിൽ മറ്റ് പാർട്ടിക്കാരെ വിളിക്കുകയും അവർ പോയി സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്യും ഓരോ വിഷയങ്ങളിൽ. നമുക്കറിയാമല്ലോ KV തോമസിന്റെ വിഷയമൊക്കെ തന്നെ. അദ്ദേഹം അങ്ങനെ മറ്റൊരു പാർട്ടിയിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെ CPM പ്രവർത്തകർ ആ രീതിയിലാണ് കണ്ടത്. എന്താണ് KV തോമസ് സംസാരിച്ചാൽ എന്താണ് പ്രശ്നം? അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടി വിമർശിച്ചപ്പോൾ അതിനെതിരായിട്ട് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച ഒരു പാർട്ടിയാണ് CPM. അതേ CPM ആണ് ഇപ്പോൾ സുധാകരൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കണം, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി വിരുദ്ധനാണ്, കോൺഗ്രസുമായിട്ട് അദ്ദേഹം ചേരുന്നു, കോൺഗ്രസിലേക്ക് അദ്ദേഹം പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം നടത്തുന്നത്. അത് അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള ഇരട്ടത്താപ്പാണ്. ഈ വിഷയത്തിൽ ഈ പിണറായി വിജയനും MV ഗോവിന്ദനും ആരെ കൈവിടും, ആരെ കൈചേർത്ത് പിടിക്കും എന്നതാണ് ഇനി അറിയേണ്ടതുള്ളത്. സ്വാഭാവികമായിട്ടും ഈ G സുധാകരനെ കൈവിടാൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹം ഈ പ്രായമായി പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ലേബലുണ്ട്. ചേർത്ത് നിർത്താൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ എല്ലാം സജി ചെറിയാനാണ് കൂടുതൽ. നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ ഭരണഘടനാ ലംഘനം നടത്തിയ ആൾക്ക് അതാവുമ്പോ പാർട്ടിയോട് ചേർന്ന് നിൽക്കാനുള്ള യോഗ്യത കൂടുതലാണ് അദ്ദേഹത്തിനാണ്. അപ്പൊ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനോ, കാരണം തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകാനായിരിക്കുമല്ലോ പിണറായി വിജയനും ഈ ഗോവിന്ദനും ഒക്കെ തന്നെ ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും G സുധാകരനെ പോലൊരു സമുന്നതനായ നേതാവിനെ അവര് ഒഴിവാക്കാനായിരിക്കും സാധ്യത. അദ്ദേഹത്തിനെതിരെ ഇനിയിപ്പോൾ എന്ത് നടപടി വരും എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. സജി ചെറിയാനെതിരെ ഒരു നടപടിക്കും സാധ്യത ഇപ്പോൾ കാണുന്നില്ല.